ഞാൻ കട്ടിങ് പഠിച്ച കഥ പറയാം. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ പഠിച്ചു പോയത്. ഒരു തവണ ഞാൻ പെട്ടപ്പോൾ ആ പെടലിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ടിങ് പഠിച്ചത്. എങ്ങനെയാ പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കട്ടിങ് മാസ്റ്ററിനെ അറിയാം. ആ കട്ടിങ് മാസ്റ്ററാണ് എനിക്ക് കട്ട് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. കുറേ നാൾക്ക് മുമ്പാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് റെഡിമെയ്ഡ് യൂണിറ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന് പൈസ കൊടുത്താൽ മതിയല്ലോ, ഓർഡർ എടുക്കാം, സ്റ്റിച്ചിങ് അവിടെ ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഓർഡർ വരാൻ നേരത്ത് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. വന്നു, ഞാൻ ഓർഡർ എടുത്തു. ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് ഇയാളെ വിളിച്ച ജന്മം ചെയ്ത ഇയാൾ ഫോൺ എടുക്കൂല. ഇയാൾ അവിടെയാണ് ഇവിടെയാണ് എത്തിയിട്ടില്ല തിരക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്കിൽ ഇയാൾക്ക് പറഞ്ഞൂടെ ഞാൻ കട്ട് ചെയ്ത് തരൂല, നീ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കേ എന്നൊന്നും എടുത്തിട്ട് പറയല്ല. അതും അടുത്ത ആൾക്കാരാ, എൻ്റെ ചേട്ടൻ്റെയൊക്കെ കൂട്ടുകാരാ. എന്നിട്ട് ഇയാള് ജന്മം ചെയ്താ ഫോൺ എടുക്കൂല. ഞാനാണെങ്കിൽ ഓർഡർ എടുത്തു, എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഓർഡർ എടുത്തു പോയില്ലേ. അങ്ങനെ ഞാൻ പെട്ടു. ആ പെടലിൽ നിന്നിട്ട് ആ കസ്റ്റമറിന് എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നേ, ആദ്യമായിട്ട് കട്ടിങ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുക്കുന്ന കസ്റ്റമറിൻ്റെയൊക്കെ ട്രയൽ ചെയ്യും ആദ്യം. നോർമൽ ക്ലോത്തിൽ ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അവരെ ഇടിയിപ്പിച്ച് നോക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഒറിജിനൽ പാറ്റേൺസ് ചെയ്യും. ആദ്യം കുറച്ച് കഷ്ടപ്പാടായിരുന്നു, പക്ഷേ വേറെ നിവൃത്തിയില്ല. നമുക്ക് കട്ടിങ് അറിയത്തുമില്ല, നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. കസ്റ്റമറിന്റെ പീസ് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കട്ടിങ് പഠിക്കുന്നത്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടിരിക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തരും എന്നും പറഞ്ഞിട്ടിരിക്കരുത്. നിങ്ങൾ പെടും. എൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് പറയുന്നത്. സോ ബി എന്നാണ് സെൽഫ് സഫിഷ്യൻറ്റ്. അങ്ങനെ ആയാൽ നമുക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ.